വയനാട് ദുരന്തത്തിൽ മാധ്യമങ്ങളുടെ വ്യാജ വാർത്തകൾക്ക് പിന്നിൽ അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കം എന്ന് മുഖ്യമന്ത്രി. സർക്കാർ സമർപ്പിച്ച മെമ്മോറാണ്ടത്തെയാണ് ചെലവഴിച്ച തുകയാക്കി മാറ്റി മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത. കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച പ്രതീക്ഷിത ചെലവിനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വാർത്ത നൽകിയത്. തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾ അത് തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. നൃപൻ, വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരണമാണ് ഈ വയനാട് ദുരന്തത്തിന്റെ മറവിൽ ഇന്നലെ ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെയുള്ള അതിനുള്ള പല ശ്രമങ്ങളും നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇത് അവിടെയൊക്കെ കടന്ന് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടേണ്ട സഹായത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രചാരണം ഏത് നിലയിലാണ്? വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിൽ പ്രതികരണം നടത്തുന്നു. ഏത് നിലയിലാണ് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ, നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ് അസിത. വലിയൊരു തരത്തിൽ കേരളത്തിനെതിരെ നടത്തുന്ന പ്രചരണമായി ഇതിനെ കാണേണ്ടി വരണം. നമുക്ക് ഈ പറയുന്നതിൽ വൈഷമ്യമുണ്ട് എങ്കിലും മാധ്യമങ്ങൾ ഇങ്ങനെ സംഘടിതമായി നടത്തുന്ന ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ആരെയാണ് തുണയ്ക്കുക എന്നതാണ് സ്വാഭാവികമായും ഉയരേണ്ട ചോദ്യം. ഒന്ന്, കേരളത്തിന് അർഹമായ ഒരു ദുരന്ത സാഹചര്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് താങ്ങാകാൻ ഒരു സർക്കാരും കേരളത്തിലെ ജനങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങൾ, അവരുടെ ചെറിയ സഹായങ്ങൾ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഒരു ജനതയാകെ കൈപിടിച്ച് ഉയർത്താനുള്ള തീവ്രമായ ശ്രമത്തിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോഴത്തെ ഓണാഘോഷ പരിപാടി പോലും, ആഘോഷ പരിപാടികൾ മുഴുവൻ മാറ്റിവെച്ച് വയനാട് ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സംസ്ഥാനത്തെ ജനങ്ങളാകെ മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ ഓണത്തിനിടയിൽ ഇങ്ങനൊരു വ്യാജ വാർത്ത വരുന്നത്. ആ വാർത്തയുടെ ഉറവിടമെന്ന് പറയുന്നത് ഈ വയനാട് ദുരന്തത്തിനു ശേഷം 10 ദിവസം കഴിഞ്ഞാണ് കേന്ദ്ര സംഘം കേരളത്തിലെത്തുന്നത്. 11ാമത്തെ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തി. അവിടെ മോദിയുടെ സന്ദർശനത്തിന് ഇടയിൽ കൽപ്പറ്റയിൽ വച്ച് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ കേന്ദ്രത്തിനോട് സഹായം അഭ്യർത്ഥിച്ച് ഒരു നിവേദനം നൽകുന്നുണ്ട്. അപ്പോഴാണ് പൂർണ്ണമായ വിവരങ്ങളടങ്ങിയ സമഗ്രമായ അഭ്യർത്ഥന ഈ സംബന്ധിച്ച് എത്രയാണ് നാശനഷ്ടമുണ്ടായത്, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് NDRFന് സമർപ്പിക്കാൻ നിർദ്ദേശം അവിടെ നിന്ന് വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമഗ്രമായ റിപ്പോർട്ട്. ഒന്ന്, നമ്മൾ ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാവുകയാണെങ്കിൽ ആ ദുരന്ത സമയത്ത് അതിൻ്റെ ആഘാതം എത്രയാണ് എന്ന കാര്യത്തിൽ ആ സമയത്ത് വ്യക്തതയുണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ നേരിട്ട് കാണുന്ന, ഭൗതികമായി കാണുന്ന വീടുകൾ, ഒപ്പം തന്നെ വാഹനങ്ങൾ, ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങളിൽ നിന്ന് ഉപരിയായി രണ്ടാമത് പുറത്തു വരുന്ന നിരവധി അതിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി വിശദാംശങ്ങൾ പിന്നീടാണ് വരിക. അതായത് വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് സംബന്ധിച്ച ബില്ലുകൾ, എത്ര രൂപയാണ് ഒരു വാഹനത്തിൻ്റെ ചിലവ്, അത് സംബന്ധിച്ച് ബില്ലുകളടക്കം സമർപ്പിച്ച ശേഷമേ സമഗ്രമായ അതിൻ്റെ കണക്കുകൾ ലഭിക്കുകയുള്ളൂ. ഒപ്പം തന്നെ യന്ത്രങ്ങൾ, മറ്റ് ഉപയോഗിക്കുന്ന വീട്ടിലെ സാധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ രണ്ടാമതാണ് വിശദമായ വിവരങ്ങൾ ലഭിക്കുക. ഒപ്പം തന്നെ ഈ തുക അനുവദിച്ചാലും, ഇപ്പോൾ മുമ്പ് 2018 മഹാപ്രളയം കേരളത്തെ വിഴുങ്ങിയപ്പോൾ അന്ന് ഈ കേരളം കേന്ദ്രത്തിനോട്, NDRFനോട് ഈ ദുരന്തം നേരിടുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ട തുക എന്ന് പറയുന്നത് 6000 കോടി രൂപയാണ്. പക്ഷേ ഇത് കേന്ദ്രത്തിൻ്റെ മാനദണ്ഡമനുസരിച്ച് ദുരന്ത സഹായ നിധിയിൽ നിന്ന് അഭ്യർത്ഥിച്ച ആ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡത്തിന് നിന്നുകൊണ്ടാണ് ഇത് 6000 കോടിയുടെ വിശദാംശങ്ങൾ കേന്ദ്രത്തിന് കേരളം നൽകിയത്. എന്നിട്ട് കേന്ദ്രം അനുവദിച്ചത് 3000 കോടി രൂപയാണ്. അങ്ങനെ സമർപ്പിച്ചാലും, റിപ്പോർട്ട് മാനദണ്ഡപ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചാൽ പോലും, ഇങ്ങനൊരു മെമ്മോറാണ്ടം സമർപ്പിച്ചാൽ പോലും അതിൻ്റെ സർക്കാർ ആവശ്യപ്പെടുന്ന പൂർണ്ണമായ തുക കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കില്ല. കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ 26,000 കോടി, 2018 26,000 കോടി രൂപയുടെ നാശനഷ്ടം കേരളത്തിലുണ്ടായി എന്നതാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ നമുക്ക് ലഭിച്ചത് കേവലം കേന്ദ്ര സർക്കാരിൽ നിന്ന് 3000 കോടി രൂപയാണ്. അതിനുശേഷമാണ് അനുവദിച്ച തുകയിൽ നിന്ന് തന്നെ കേന്ദ്രം അന്ന് രക്ഷാപ്രവർത്തനത്തിന് അയച്ച വിമാനങ്ങൾക്ക് വേണ്ടി 130 കോടി രൂപ ഇതിൽ നിന്ന് കേന്ദ്രം തിരിച്ചു പിടിച്ചത്. അത് ആ പണം അടയ്ക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. ആ പണം സംസ്ഥാനം തിരിച്ചടച്ചു. ഒപ്പം തന്നെ അന്ന് സൗജന്യമായി റേഷൻ അനുവദിച്ചതിൽ തുകയായി, സൗജന്യമായി കേന്ദ്ര സർക്കാർ ഈ ദുരന്തത്തിൽ നേരിടുന്നതിന് വേണ്ടി പ്രളയകാലത്ത് സൗജന്യ റേഷൻ അനുവദിച്ചു. അതിനുശേഷം അതിൻ്റെ തുക, അരിയുടെ തുകയായി 200 കോടി രൂപ വീണ്ടും കേന്ദ്രം ആവശ്യപ്പെട്ടു. ആ തുക തിരിച്ച് മടക്കി നൽകേണ്ടി വന്നു. അങ്ങനെ പ്രതീക്ഷിത വീണ്ടും സർക്കാരിന് നൽകേണ്ടി വരുന്നതും ആകെ വരാൻ സാധ്യതയുള്ള ചിലവും കണക്കാക്കി ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കും. ആ മെമ്മോറാണ്ടം കോടതിയിൽ 10 ദിവസങ്ങൾക്ക് മുമ്പ് കോടതിയിൽ സമർപ്പിച്ചതാണ്. അതൊരു പുതിയ വാർത്തയായി കഴിഞ്ഞ ദിവസം
വലിയ ബിഗ് ബ്രേക്കിംഗ് ആയി കേരളം ചിലവഴിച്ചത്, വയനാടിൽ ചിലവഴിച്ചത് ഭീമൻ തുക സ്വാഭാവികമായി അസിത കേൾക്കുന്നവർക്ക് തോന്നും. കാരണം വയനാടിന് വേണ്ടി നാം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നു. നാം കേരളീയർ മലയാളികൾ എല്ലാവരും ഇക്കാര്യത്തിൽ ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരുമിച്ച് നിൽക്കുന്നു. ആ ഘട്ടത്തിൽ നാം നൽകിയ തുകയെല്ലാം കോരി ഒരു സർക്കാർ ഭീമമായി ഇങ്ങനെ ചിലവഴിച്ച് കളയുകയാണ് എന്ന തരത്തിലുള്ള ഒരു ധ്വനിയാണ് ആ വാർത്ത കാണുന്ന ആർക്കും മനസ്സിലാവുക. യഥാർത്ഥത്തിൽ ചിലവഴിച്ച തുകയല്ല, കേരളം പ്രതീക്ഷിക്കുന്ന ഈ ദുരന്തത്തെ നേരിടാൻ ആ ദുരന്ത ഘട്ടത്തിൽ ഇനിയും മണ്ണിനടിയിൽപ്പെട്ട നിരവധി പേരെ എടുക്കാനുണ്ടാകും. നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ടാകും. ഇനി ഈ പറഞ്ഞ ആ ദുരന്ത സമയത്ത് പുനരധിവാസ ഈ പറഞ്ഞ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ദിവസം എത്ര കാലം അവർ കഴിയേണ്ടി വരുമെന്ന കാര്യം സംബന്ധിച്ച് ആ സമയത്ത് ഒരു ധാരണയുണ്ടാകില്ല. അവർക്ക് വസ്ത്രങ്ങൾ എത്തിക്കേണ്ടി വരും, അവർക്ക് ഭക്ഷണം എത്തിക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന 90 ദിവസത്തോളം ഈ തിരച്ചിൽ നീണ്ടുപോയാൽ എത്ര രൂപയാകും, ഇതടക്കം കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി തയ്യാറാക്കുന്ന ഒരു മെമ്മോറാണ്ടമാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത്. അതാണ് കോടതിയിലും സർക്കാർ സമർപ്പിച്ചത്. കോടതിയിൽ നിന്നും അത് മെമ്മോറാണ്ടം എന്ന് വ്യക്തമായി പറയുന്നു. സർക്കാർ കോടതി ഉത്തരവിൽ തന്നെ പറയുന്നത് ഇത് ചെലവഴിച്ച തുകയല്ല, മറിച്ച് സർക്കാർ സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് എന്നാണ് കോടതി ഉത്തരവിലും പറയുന്നത്. പക്ഷേ അതെല്ലാം മാറ്റി വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിഗ് ബ്രേക്കിംഗ് ആയി മാധ്യമങ്ങൾ സംഘടിതമായി കൊടുക്കുകയായിരുന്നു. അത് പക്ഷേ വ്യാജ വാർത്തയാണ് എന്ന് പൂർണ്ണമായി വൈകിട്ട് ഓടുകൂടി മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അത് ആവശ്യപ്പെട്ടു. ഇപ്പോഴും പല മാധ്യമങ്ങളും തിരുത്താൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷവും ഇന്നിറങ്ങിയ വർത്തമാന പത്രങ്ങളിൽ അത് ന്യായീകരിക്കുന്ന തരത്തിൽ, കാരണം അത് സംബന്ധിച്ച് തെറ്റുപറ്റി എന്ന കാര്യം അംഗീകരിക്കുന്നില്ല, മറിച്ച് ഇങ്ങനെയാണ് കണക്കുകൾ നൽകിയത് എന്ന കണക്കുകൾ പൂർണ്ണമായി നൽകിയാണ് ചില മാധ്യമങ്ങൾ ഇന്നും വാർത്ത നൽകിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം വിശദമായി വായിച്ചാൽ തന്നെ അതിൽ എസ്റ്റിമേറ്റ് എന്ന വാക്ക് ഒന്നിലധികം തവണ ഒരുപാടിടത്താണ് ആവർത്തിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതൊരു പ്രതീക്ഷിത കണക്കാണ് എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്ര സഹമന്ത്രിയോട് വയനാട് ദുരന്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള സഹായത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോയി നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നുള്ളതിലുള്ള പ്രതികരണം നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും കേരള സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ ആ കേന്ദ്ര സഹമന്ത്രിയുടെ പ്രതികരണത്തിൽ പോലും കേരളം ഇപ്പോഴും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നൊരു ധ്വനിയുണ്ട്. അതിന് പിന്നാലെയാണ് മാധ്യമങ്ങൾ ഇങ്ങനെയൊരു വാർത്ത കൂടി നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 45 ദിവസത്തിന് ശേഷവും കേന്ദ്രത്തിൽ നിന്നും ₹1 കിട്ടാത്തതിൽ ഇപ്പോഴും ഈ മാധ്യമങ്ങൾ ഒരു തരത്തിലും ആ വിഷയം അഡ്രസ്സ് ചെയ്യാൻ പോലും ശ്രമിക്കുന്നു എന്നുള്ളത് എത്രമാത്രം ദൗർഭാഗ്യകരമാണ് ആന്ധ്രപൻ. തീർച്ചയായും ഇത് ഏറ്റവും ന്യായമായ ഒരു ചോദ്യമാണ്. കാരണം ഇത് 45 ദിവസം കഴിഞ്ഞു, പ്രധാനമന്ത്രി വന്നിട്ട് പോയി. 11ാമത്തെ ദിവസം പ്രധാനമന്ത്രി വന്നു. വലിയ തരത്തിലുള്ള കേരളത്തിനൊപ്പം വയനാട് ജനതയ്ക്കൊപ്പം കേന്ദ്ര സർക്കാരുമുണ്ട് എന്ന തരത്തിൽ ഉറപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി പോയത്. അതിനുശേഷം മെമ്മോറാണ്ടം സമർപ്പിച്ചു. അതിൽ ഭീമമായ പെരുപ്പിച്ച തുകയെന്നാണല്ലോ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഈ തുകയിൽ ₹1 അനുവദിച്ച് കേന്ദ്ര സർക്കാർ തന്നോ എന്നൊരു ചോദ്യം ന്യായമായി മാധ്യമങ്ങൾ ചോദിക്കണ്ടേ? കേരളത്തിൽ തന്നെ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് നൽകിയ മറുപടിയാണ് നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കാനാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പറഞ്ഞത്. കേന്ദ്രമന്ത്രിയിൽ നിന്നും കേരളം പ്രതീക്ഷിക്കുന്നത് എന്താണ്? പക്ഷേ ആ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ₹1 പോലും കേരളത്തിന് അനുവദിച്ച് നൽകിയില്ല. ഈ മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് ഇത്രയും 45 ദിവസമായി. വയനാട് ജനങ്ങളെ കൈപിടിച്ചുയർത്താനുള്ള എല്ലാ ശ്രമത്തിലുമാണ് സംസ്ഥാനം. അതിനൊപ്പം ഒരു കേന്ദ്ര സർക്കാർ നിൽക്കുന്നില്ല. അർഹമായ ഈ വാർത്ത കൊണ്ടുള്ള ഗുണമാർക്കാണ്? അർഹമായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട, നമ്മൾ ഇത്രയും വലിയ ദുരിതത്തിൽ കിടക്കുമ്പോൾ ഒരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് വയനാട് ദുരന്തത്തിൽ സംഭവിച്ചത്. അവിടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയത് മാത്രമല്ല, വീടുകൾ പുനർനിർമ്മിച്ചാൽ തന്നെ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ, ബാക്കി അവശേഷിക്കുന്നവർ, ഗുരുതരമായി പരിക്കേറ്റ് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടവർ, പല വീടുകളിലും നഷ്ടപ്പെട്ട മരിച്ചുപോയവരുടെ കുടുംബങ്ങളുടെ ഏക അത്താണികളാണ്. കുടുംബത്തിൻ്റെ ഗൃഹനാഥയോ ആ വീട്ടിൽ വരുമാനമുള്ള ഒരാളൊക്കെയാണ് മരിച്ചുപോയത്. അപ്പോൾ ഇനി ആ കുടുംബം എങ്ങനെയാണ് പുലർത്തുക? അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകണം. ഇപ്പോൾ തന്നെ ജീവിക്കാൻ അവസ്ഥയില്ലാത്തവർക്ക് പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തി നൽകണം. അതുകൊണ്ട് നാം തിട്ടപ്പെടുത്തുന്ന കേന്ദ്രത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച കണക്കുകൾക്കാൾ
എത്രയോ ഇരട്ടിയാണ്. അതൊക്കെ അറിയാവുന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾക്ക് പോലും. ഇനി തന്നെ മാനദണ്ഡം, കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം എടുക്കാം. ഈ നഷ്ടപ്പെട്ടു പോയ വീടുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ NDRFൻ്റെ ഈ സഹായ നിധിയിൽ നിന്നുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് 1,30,000 രൂപയാണ്. 1,30,000 രൂപയുടെ സംസ്ഥാന സർക്കാർ ഒരു വീട് വെച്ച് നൽകുന്നത് 10 ലക്ഷം രൂപയാണ്. ബാക്കി മുഴുവൻ തുകയും കണ്ടെത്തേണ്ടത് സംസ്ഥാനമാണ്. ഒരു വിഹിതം മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. അതുകൊണ്ട് ഈ മാനദണ്ഡത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി തുക കേരളത്തിന് വാങ്ങിയെടുക്കുക. അത് ആർക്ക് വേണ്ടിയാണ്? വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി. അതിനെ പൂർണ്ണമായി അട്ടിമറിക്കുന്ന തരത്തിൽ ഒരു ഗൂഢനീക്കമായി ഈ മാധ്യമങ്ങളുടെ വാർത്ത മാറുന്നു. അതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് വയനാട്ടിൽ ശരിയായി ഈ പുനർനിർമ്മിക്കാനുള്ള, ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തെ അട്ടിമറിക്കുന്നതായി ഈ വാർത്തകൾ. അതുകൊണ്ട് ഈ വാർത്തകൾ തിരുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ കള്ളം എത്ര കാലം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ കഴിയും? തുടരെ ആ കള്ളങ്ങൾ കൊണ്ട്, വ്യാജ വാർത്ത കൊണ്ടുള്ള തിരിച്ചടി ആർക്കാണ് ഉണ്ടാകുന്നതെന്നെങ്കിലും സ്വാഭാവികമായും ഈ വാർത്ത നൽകുന്നവർ ചിന്തിക്കേണ്ടതാണ് എന്നതാണ് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിട്ടുള്ളത്. ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് 8 മണിയോടുകൂടി അല്പം സമയം കഴിയുമ്പോൾ കൈരളി ന്യൂസിനോട് തന്നെ ഇത് സംബന്ധിച്ച റവന്യൂ വകുപ്പിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് സ്വാഭാവികമായി ജനങ്ങൾ ചർച്ച ചെയ്യുമെന്ന് തന്നെ കരുതാം. അത് ജനങ്ങൾ ആ നിലയ്ക്ക് വിലയിരുത്തുകയും ചെയ്യും. അസിത. ശരി നൃപൻ, എന്തായാലും വ്യക്തമാണ്. നൃപൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ദൗർഭാഗ്യകരമായ രീതിയിലാണ് ഇന്നലെ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുനർനിർമ്മാണത്തിന് വിവിധ ഘട്ടങ്ങൾക്കായൊക്കെ സർക്കാരിൻ്റെ പ്രതീക്ഷിത ചെലവ്, അതാണ് മെമ്മോറാണ്ടമായി കേന്ദ്രത്തിന് സമർപ്പിച്ചത്. അതിൻ്റെ കോപ്പിയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയത്. പക്ഷേ ഈ കണക്കാണ് വയനാട്ടിൽ കണക്കില്ലാതെ സർക്കാർ പണം ചെലവഴിച്ചു എന്ന നിലയിൽ മാധ്യമങ്ങൾ ഇന്നലെ പ്രചരിപ്പിച്ചത്. വൈകുന്നേരത്തോടു കൂടി ചിലരെങ്കിലും അത് തിരുത്താൻ തയ്യാറായിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നു. അതൊരു തെറ്റായ കണക്കാണ്, വ്യാജ വാർത്തയാണ്, അത് തിരുത്തണമെന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തന്നെ ആവശ്യപ്പെടേണ്ട സാഹചര്യം വരുന്നു. ഏറ്റവും പ്രധാനം ഈ മെമ്മോറാണ്ടത്തിൽ തന്നെ അതൊരു എസ്റ്റിമേറ്റ് ആണ് എന്നുള്ളത് ഒന്നിലധികം ഇടത്ത് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊരു ഭാഗം പോലും കണ്ടില്ല എന്ന് നടിച്ചായിരുന്നു ഈ നിലയിൽ മാധ്യമങ്ങൾ വ്യാജ പ്രചാരണം നടത്തിയത് എന്നുള്ളതാണ്. നൃപൻ ചക്രവർത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ പങ്കുവച്ചത്.